അടിമാലി കൂമ്പൻപാറ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ കുടുംബങ്ങളുടെ ആകുലത ഒഴിയുന്നില്ല. കിടപ്പാടവും വീടും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞ ഇവർക്ക് ഇനിയും പ്രതീക്ഷ സർക്കാർ സഹായം മാത്രമാണ്. പുനരധിവാസം ഏറ്റവും വേഗത്തിലാക്കണമെന്നാണ് ഇവിടുത്തെ കുടുംബങ്ങളുടെ ആവശ്യം. ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ജീവിതം മാറിയതിന്റെ ഞെട്ടലിലാണ് അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ച ലക്ഷം വീട് പ്രദേശത്തെ 40-ലധികം കുടുംബങ്ങൾ. 44 കുടുംബങ്ങളെയാണ് ഇവിടെ നിന്നും 2 ഘട്ടമായി മാറ്റിപ്പാർപ്പിച്ചത്. 38 കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ശേഷിക്കുന്നവർ ബന്ധുക്കളുടെ വീടുകളിലേക്കും മാറി. 9 കുടുംബങ്ങളുടെ വീടുകൾ പൂർണ്ണമായി മണ്ണിടിച്ചിലിൽ തകർന്നു. ഇനിയും എത്ര നാളിങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബങ്ങൾ. 8 വീട് പോയിട്ട് ഇവിടെ 2 ദിവസമായി ക്യാമ്പിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഉടനെ ഇപ്പോൾ ഒരു വീട് സംവിധാനങ്ങൾ ഇപ്പോൾ മാറാനുള്ള സംവിധാനങ്ങൾ എങ്ങനെയെങ്കിലും എത്രയും വേഗം ഇതിൻ്റെ അധികാരികൾ ഉടനെ ഇത് സംവിധാനമാക്കി തരണം. വീട്ടുപകരണങ്ങളും കുടുംബാംഗങ്ങളുടെ രേഖകളുമെല്ലാം നഷ്ടപ്പെട്ടു. അവയെല്ലാം വീണ്ടെടുക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തു നിന്നും ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ ആശങ്കയും ഒഴിയുന്നില്ല. വീടുകളിൽ നിന്നും മാറ്റിയ വസ്തുക്കൾ മറ്റിടങ്ങളിലുമെല്ലാമാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പുനരധിവാസത്തിനാവശ്യമായ നടപടികൾ അധികൃതർ ഏറ്റവും വേഗത്തിലാക്കണമെന്നാണ് ഈ കുടുംബങ്ങളുടെ എല്ലാം ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം വളാഞ്ചേരിയിൽ 40 ഏക്കറിലധികം നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി നശിച്ചു. പൈങ്കണ്ണൂർ ആലുക്കപ്പടി പാടശേഖരത്തിലാണ് കർഷകരുടെ കണ്ണീർ വീഴ്ത്തി നെൽപ്പാടങ്ങൾ വെള്ളത്തിൽ മുങ്ങിയത്. ദേശീയപാത റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതിനാൽ 5 ദിവസത്തോളം വെള്ളം പാടത്ത് കെട്ടിനിന്നതാണ് കൃഷി നശിക്കാൻ കാരണം. വളാഞ്ചേരി പൈങ്കണ്ണൂർ ആലുക്കപ്പടി പാടശേഖരത്തിലെ 40 ഏക്കറിലധികം വരുന്ന നെൽകൃഷിയാണ് ഞാറുനട്ട് ദിവസങ്ങൾക്കകം വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. ദേശീയപാത റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതിനാൽ 5 ദിവസത്തോളം വെള്ളം പാടത്ത് കെട്ടിനിന്നതാണ് കൃഷി നശിക്കാൻ കാരണം. നല്ലൊരു ഭാഗം ഞാറ് വെള്ളം ഇറങ്ങി തുടങ്ങിയപ്പോൾ വെള്ളത്തിനൊപ്പം ഒഴുകിപ്പോയതായും കർഷകർ പറയുന്നു. ഇത്രയും സ്ഥലം നട്ടതാണ് ഈ കാണുന്ന വള്ളക്കെട്ടൊക്കെ നിൽക്കുന്നതിൻ്റെ ഒക്കെ അടിയിൽ നെല്ലാണ് നട്ടിട്ട് 15-20 ദിവസമൊക്കെ ആയതാണ്. ഒരു മാസമായതുകൊണ്ട് എല്ലാം പോയി എന്ന് തന്നെ കാണാം. അങ്ങനെ തന്നെ പറയാം, എല്ലാം പോയി. എന്താ വാക്കാ, പോയി എന്ന് തന്നെ പറയാം. നമ്മുടെ എല്ലാം പോയി എന്ന് തന്നെ പറയാം. പിന്നെ നമുക്കൊന്നും പറയാൻ എന്തപ്പം നമ്മൾ പറയാം, ഇങ്ങനെ വരിക, നമ്മൾ അനുഭവിക്കുക. ഇനി മുന്നോട്ടുള്ള പോക്ക് ഭയങ്കര പ്രശ്നമാണ്. വളാഞ്ചേരി കാട്ടിപ്പരുത്തി മൂച്ചിക്കൽ ഭാഗങ്ങളിലെ ദേശീയപാതയിൽ നിന്നെല്ലാം ഒഴുകിയെത്തുന്ന വെള്ളം ആലുക്കപ്പടി പാടശേഖരത്താണ് വന്നു ചേരുന്നത്. മുൻകാലങ്ങളിൽ ഇവിടങ്ങളിൽ പെയ്യുന്ന മഴവെള്ളം പാടശേഖരത്തോട് ചേർന്ന് തോട്ടിലൂടെ ഒഴുകിപ്പോകുന്നതായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ ദേശീയപാത നിർമ്മാണം പൂർത്തിയായതോടെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കുകയും ഒഴുകിപ്പോകാൻ തോടിന്റെ വലിപ്പം അപര്യാപ്തമാവുകയും ചെയ്തു. ഇതോടെ വെള്ളം ദിവസങ്ങളോളം പാടത്ത് കെട്ടിനിൽക്കും. ഈ തോട് വലിപ്പം കൂട്ടിയാൽ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാമെന്ന് കർഷകർ പറയുന്നു. ഞങ്ങൾ നട്ട് കഴിഞ്ഞതിന് ശേഷം 1-2 മഴ പെയ്തിട്ട് അത് പോലെ ഈ പ്രാവശ്യം മഴ ലാസ്റ്റ് അധികം പെയ്തു. അത് കാരണമാണ് ഇവിടെ ഇത്ര വെള്ളം പറ്റുള്ളത്. മേലെ ഹൈവേ റോഡ് വന്നപ്പോൾ പല ഭാഗത്തു കൂടി പോയിരുന്ന വെള്ളം ഒരേ ഷെയ്ഡിൽ വന്നിട്ട് ഈ ഭാഗത്ത് നമ്മളെ ഭാഗത്താണ് അധികം വരുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടുതലായി വരികയാണ്. നേരെ പുഴയിലേക്ക് പോയിരുന്ന കൂടി ഇപ്പം ഇങ്ങോട്ടാ വരുന്നത്. അതിന് വല്ല പ്രതിവിധി ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാണിച്ചെന്ന് അറിയില്ല. അല്ല, ഞങ്ങൾ കർഷകരെ കൊണ്ട് ഇത്രയും സ്ഥലമൊക്കെ ഇപ്പം മുനിസിപ്പാലിറ്റിയാണ്. വില്ലേജിന്റെ വളാഞ്ചേരി കൃഷിഭവന്റെ കീഴിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ കർഷകർക്കും ഇതുമൂലമുണ്ടായത്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് 18 തിരൂർ.